പട്ടാപ്പകൽ ബസ്സിൽ കയറുന്നതിനിടെ കുട്ടിയുടെ മാല പൊട്ടിക്കുന്ന മോഷ്ടാക്കളുടെ ദൃശ്യം പുറത്ത്. തട്ടമിട്ട രണ്ട് സ്ത്രീകളെത്തി കുട്ടിയുടെ മാല പൊട്ടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. തിരൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് മോഷണം നടന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സംഘം ചേർന്നാണ് എത്തിയിരിക്കുന്നത്. തലയുടെ ഭാഗത്ത് കൈ ഇങ്ങനെ വയ്ക്കും. അതിനുശേഷം മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുട്ടിയുടെ പിന്നിൽ നിൽപ്പുറപ്പിക്കുന്നു. കൈമുട്ട് കുട്ടിയുടെ തലയുടെ ഭാഗത്ത് വയ്ക്കുന്നു. അതിനുശേഷം ആരും കാണാത്ത രീതിയിൽ മറ്റൊരു കൈ അവിടേക്ക് പോയി കുട്ടിയുടെ മാല പൊട്ടിച്ചെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അതിനിടയിൽ വളരെ സംഘം ചേർന്ന് ആസൂത്രിതമായി നടത്തിയ നീക്കം എന്ന് തന്നെ നമുക്ക് പറയാം. സോണൽ കൃഷയുണ്ട്. സോണൽ കൃഷ, ആരും കാണാതെ ഈ തിരക്കിനിടയിലും വിദഗ്ധമായി മാല പൊട്ടിക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചു. പക്ഷേ CCTVയിൽ പെട്ടു അല്ലേ സോണൽ? തീർച്ചയായിട്ടും ആരും കാണാതെ ഈ മോഷണം നടത്തിയെങ്കിലും മറ്റൊരാൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബസ്സിലെ CCTV തന്നെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തിട്ടുള്ളത്. ഇന്നലെ ഏകദേശം 11 മണിയോട് കൂടിയിട്ടാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ ഈ സംഭവം നടക്കുന്നത്. ആ കുട്ടി ഉൾപ്പെടെയുള്ള കുടുംബം അവർ ഇവിടെ നമ്മുടെ തിരൂരിൽ തന്നെ വൈരങ്കോട് വേല നടക്കുന്നുണ്ട്. ആ വേല കാണാൻ വേണ്ടി പോകാൻ വന്നതാണ് എന്നുള്ളതാണ്. പച്ചാർട്രി സ്വദേശികളാണ് ഇവരെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവർ ഈ ബസ്സിൽ കയറാൻ വേണ്ടി, അതായത് വൈരങ്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ഒരു തിരക്ക് സാധാരണ നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ കാണാറുണ്ട്. ആദ്യം കയറാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഈ ബസ്സിൻ്റെ ഡോറിന് ചുറ്റും തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടുപേർ, നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് തന്നെ കാണാം, തട്ടമിട്ട രണ്ടുപേര് ഈ കുട്ടിയുടെ പുറകിലേക്ക് വരുന്നു. മെല്ലെ ഷാൾ ആ കുട്ടിയുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വെക്കുന്നു. ഇതിനുശേഷം സമർത്ഥമായി പ്ലാൻ ചെയ്ത രീതിയിൽ ആ മാല മെല്ലെ പൊട്ടിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ആ സ്ത്രീയുടെ രണ്ടുപേരടങ്ങുന്ന സംഘമാണ് ഇതിനു വേണ്ടി എത്തിയിട്ടുള്ളത്. വളരെ സമർത്ഥമായി പ്ലാൻ ചെയ്ത രീതിയിൽ ആ മാല സുഗമമായി പൊട്ടിച്ചെടുത്തുകൊണ്ട് പിന്നീട് അവർ അവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം അല്പസമയത്തിനകം തന്നെ പോലീസിൽ പരാതിപ്പെടും. ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബത്തിന്റെയും പ്രധാനപ്പെട്ട ആവശ്യം. നല്ല വൃത്തിയായിട്ട് ഫേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല.